ഗൈസ്, അപ്പം ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഞാൻ ഇപ്പം എന്താ ഒരു മാങ്ങ മരത്തിൻ്റെ താഴെ നിൽക്കണതെന്ന്. ഇത് ഞങ്ങളെ വീട്ടിലുള്ള ഒരു മാങ്ങ മരം തന്നെയാണ് കേട്ടോ. ഇതിൽ നിറച്ച് മാങ്ങ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ ഇതിൽ കാണുന്നുണ്ടാവില്ല. കണ്ടറിയില്ല, ഞാൻ ഇവിടെ ഒക്കെ കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാങ്ങ മരത്തിൽ നിന്ന് തന്നെ മാങ്ങ ഉപ്പും മുളകും ഇട്ട് തിന്നലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഉപ്പും മുളകൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മാങ്ങ ഇത്തിരി കഴുകണം ആദ്യം. ഞാൻ ചൂസ് ചെയ്ത മാങ്ങ ദാ ഇവിടെയാണ്. ഇത്തിരി വരൊക്കെ ഉണ്ട് തോന്നണം. ഇതാണ് നമ്മളുടെ മാങ്ങ. അപ്പോൾ നമുക്കിത് ആദ്യം കഴുകിയെടുക്കാം. അതിൽ വെള്ളം ഉണ്ട് കേട്ടോ. ഞാൻ അതിൽ തന്നെ മുക്ക് ഇതാക്കുകയാണ്. പേടിയുണ്ട്, എങ്ങാനും ഇത് പുറത്തേക്ക് പോയാൽ വീണാൽ പണിയാവും. അപ്പം ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ട് ആക്കുകയാണ്. വെള്ളം ഒന്നുകൂടി കഴുകിയെടുക്കാം. അയ്യോ പാകാവുന്നല്ലോ. ഓക്കെ, അപ്പം ഇതിൻ്റെ മേൽക്കൂടി അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് ഉപ്പും മുളകും എടുത്ത് വന്നാലോ? അപ്പോൾ ഗൈസ്, നമ്മൾ ഉപ്പും മുളകും ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ ഈ കത്തി എന്തിനാന്ന്? ഈ കത്തി എന്ന് പറയുന്നത് ഞങ്ങൾ ബീഫ് വെട്ടാൻ എടുക്കണം. പക്ഷെ ഞാൻ കൂടുതൽ വെട്ടുക ഫ്രൂട്ട്സാണ്. ഇതെന്തിനാണ് ഞാൻ എടുത്തിക്കണമെന്ന് വെച്ചാൽ നമ്മൾ മാങ്ങ വരടാനാണ്. അയ്യോ ഇതാവില്ലല്ലോ, അത് ഈ സാധനം കളയാം. ഇതൊരു മാങ്ങ ഉണ്ടായിരുന്നു, കുറേ ഉണ്ട്. നിങ്ങളതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, നമുക്ക് ആദ്യം ഇതിൽ വരടാം. ഇതിന് ചുളഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ തിന്നാൻ ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. ഇങ്ങനത്തെ വീഡിയോ ഇനി കുറേ വരുന്നതായിരിക്കും. അടുത്ത ചലഞ്ച് ഒരു നെയിം ഈറ്റിംഗ് ചലഞ്ചാണ്. അപ്പോൾ എല്ലാവരും പേരൊക്കെ കമൻറ്റ് ചെയ്തോളൂണ്ടോ. അതിനൊരു പേര് ചൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇത്തിരി പാടാണ് കേട്ടോ. പെടുത്തുക്കണമെന്ന് തോന്നുന്നു. വലിയ മാങ്ങയുണ്ട്. അമ്മ ചീത്ത അറിയാമെന്ന് അറിയില്ല. അമ്മച്ചി ഇപ്പോഴാണ് കേട്ടോ എൻ്റെ ഒരു വരട്ട് കഴിഞ്ഞത്. അത്രയും വലിപ്പമുണ്ടത്. അടുത്ത വരടാണ്. ആരെങ്കിലും വീട്ടിൽ ഇങ്ങനത്തെ മാങ്ങാറൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. വീഡിയോസിൽ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, എന്നാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതെപ്പോഴാണ് രണ്ടാമത്തെ വരട്ട് കഴിയുക. പെട്ടെന്നാക്കണം. ആരെയും വരുന്നുണ്ടോ? അയ്യോ, ഇത് വിട്ടുപോയി. അത് സാരമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് ചെയ്യാം. 2 വരട്ടു. അപ്പം ഇനി ബാക്കിയുള്ള വരകൾ മുഴുവൻ ഇട്ടിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പം ഞാൻ മാങ്ങയിലൊക്കെ കുറേ വരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് അപ്പത്തിന് എൻ്റെ കയ്യിൽ നിന്ന് ഇത് പൊട്ടിപ്പോയിട്ടോ. അത് സാരമില്ല, നമുക്ക് എന്തായാലും ഇതിൽ മസാല തേച്ച് കൊടുക്കാം. നല്ല കടുത്ത മസാലയാണ്. നല്ല പൊടിയുള്ള മാങ്ങ കേട്ടോ. ഞാൻ വെട്ടിയപ്പോൾ ഒരു കഷ്ണം പോന്നു. ഞാൻ തിന്നോക്കി, നല്ല പുളിയുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പും മുളകും ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം തന്നെ വായിന്നൊക്കെ വെള്ളം വരുന്നുണ്ടാവും. ആരുടെയൊക്കെ വായിന്ന് വെള്ളം വരുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടായില്ലല്ലോ, നെയിം മീറ്റിംഗ് ചലഞ്ച് ആയിരിക്കും അടുത്ത് വരുന്നത്. അപ്പോൾ എല്ലാവരും പേരൊക്കെ അയച്ചോളുണ്ട്. ഇതിൻ്റെ അടിയിൽ വായി കപ്പലോടണമായിട്ടോ. അപ്പം നമുക്കിതിൽ മസാല ഒക്കെ തേച്ചിട്ട് കാണാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിന്ന് നോക്കാം. അടിപൊളി കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ആണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യുക.